ഹായ് സുഹൃത്തുക്കളെ, ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നതാണ്. അനുജനെ അവിടെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വണ്ടി എടുത്തപ്പോൾ 100% ചാർജ്, ടോട്ടൽ 103.9 കിലോമീറ്റർ ഓടി. സ്പോർട്ട് മോഡിലാണ് പിന്നെ എല്ലാം ഫുള്ളായിട്ട് ഓടിയത്. 100%ലാണ് വണ്ടി എടുത്തത്. നേരെ സ്പോർട്ട് മോഡിലേക്ക് മാറ്റി. ഈ ഓട്ടം ഫുള്ളായിട്ടും സ്പോർട്ട് മോഡിലാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ സ്പോർട്ട് മോഡിൽ ഓടിയിട്ട് എ സി ഓൺ ചെയ്യേണ്ടി വന്നില്ല. കാരണം വെച്ചാൽ രാവിലെ ആയിരുന്നു, പുറത്ത് ചൂടില്ലാത്തതിൻ്റെ പേരിൽ എ സി ഓൺ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ സ്പോർട്ട് മോഡിൽ ഓടിയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു റേഞ്ച് കുറവ് ആയിട്ടുണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ 67%, അതായത് 33% ചാർജ് ഉപയോഗിച്ചിട്ടുള്ളൂ. 103 കിലോമീറ്റർ ഓടാൻ പറ്റി. അതായത് 1%, അതായത് 3 കിലോമീറ്റർ മേലെ ഓടിയിട്ടുണ്ട്. ആവറേജ് വാട്ട് അവർ നോക്കുമ്പോൾ 119 വാട്ട് അവർ പെർ കിലോമീറ്റർ. അപ്പോൾ സ്പോർട്ട് മോഡിൽ ഓടി എന്ന് വിചാരിച്ചിട്ട് റേഞ്ചിൽ വലിയ കുറവ് വന്നിട്ടില്ല. ഒരുപക്ഷെ സിറ്റി മോഡിൽ ഒരുപക്ഷെ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ റേഞ്ച് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഇക്കോ മോഡിൽ അതിനേക്കാളും കൂടുതൽ റേഞ്ച് കിട്ടുമായിരുന്നു. പക്ഷേ നമുക്ക് സ്പോർട്ട് മോഡിൽ ഓടുന്ന ആ ഒരു സുഖം, കംഫർട്ടും അതിൻ്റെ അകത്ത് കിട്ടില്ല. അപ്പോൾ സ്പോർട്ട് മോഡിൽ ഓടിയാലും നമുക്ക് പിന്നെ റേഞ്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എ സി ഒരു പ്രധാന ഘടകമാണ്. എ സി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്രയധികം കിട്ടിയത്. എ സി ഇട്ട തീർച്ചയായിട്ടും ആവറേജ് വാട്ട് അവർ എന്നുള്ളത് 150 വാട്ട് അവർ പെർ കിലോമീറ്ററിലൊക്കെ പോകും. അപ്പോൾ ഇത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.